ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. എരിവും മധുരവും ചേർന്നൊരു ഡിഷാണിന്ന് പൈനാപ്പിൾ ഫ്രൈ. പൈനാപ്പിൾ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാണ്. വല്ലാണ്ട് കട്ടിയിൽ വേണ്ട, തീരെ കനം കുറയാൻ വേണ്ട. അങ്ങനെ 1/2 കിലോ പൈനാപ്പിൾ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയതാണിത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി പാകത്തിന് ഉപ്പ്, 1 ഹീപ്പ് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം, 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് പൊടികളെല്ലാം കഷ്ണങ്ങളിലേക്ക് ആവണ പോലെ പുരട്ടിയെടുക്കാം. ഇപ്പം എല്ലായിടത്തും നന്നായിട്ട് പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി പൈനാപ്പിൾ പീസസ് നിരത്തിയിടാം. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ബിരിയാണിയുടെയും ഒക്കെ കൂടെ നല്ലതാണ് ഈ ഫ്രൈ. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എല്ലാ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ മതി. രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇപ്പോൾ ചേർക്കാം. ഇനി 2 മിനിറ്റ് വെന്ത് ഫ്രൈ ആവട്ടെ. ഓരോന്നായിട്ട് തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞു. ഇപ്പോൾ 2 സൈഡും പാകത്തിന് ഫ്രൈ ആയി. ഇനി കോരി മാറ്റാം. ഇതേ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ. കറിവേപ്പില കൈ കൊണ്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടിടാം. ഇത് വറുത്ത് വെച്ച പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര ചേർത്തത് കാരമലൈസ് ആയിട്ടുണ്ട്, അലിഞ്ഞിട്ടുമുണ്ട് നല്ലോണം. കുറച്ച് വെള്ളം പൈനാപ്പിളിന് ഇറങ്ങിയിട്ടുമുണ്ട്. ഒരു പ്രത്യേക സ്വാദാണ് ഈ പൈനാപ്പിൾ ഫ്രൈക്ക്. വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.